പനി ബാധിച്ച ആദിവാസി യുവതിയുമായി കുത്തിയൊഴുകുന്ന ചാലിയാർ സാഹസികമായി മുറിച്ചു കടന്ന് അഗ്നിരക്ഷാസേന. പോത്തുകൽ മുണ്ടേരി കുമ്പളപ്പാറ നഗറിലെ മാധവന്റെ ഭാര്യ സീതയ്ക്കാണ് അഗ്നിരക്ഷാസേനയും NDRFും രക്ഷകരായത്. പനി കലശലായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഘം സീതയുമായി കുത്തിയൊഴുകുന്ന ചാലിയാർ മറികടന്ന് ജില്ലാശുപത്രിയിൽ എത്തിയത്. പോത്തുകൽ മുണ്ടേരി കുമ്പളപ്പാറ നഗറിലെ മാധവന്റെ ഭാര്യ സീതയെയാണ് പനി കടുത്തതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയും NDRF സംഘവും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. സീതയ്ക്ക് പനി കലശലായതിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് വിവരം വാർഡംഗത്തെയും നക്സൽ വിരുദ്ധ സേനാംഗത്തെയും ഊരുനിവാസികൾ അറിയിച്ചിരുന്നു. എന്നാൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിനാൽ നിലമ്പൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല. തമിഴ്നാട് മേഖലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ചാലിയാർ പുഴയിൽ അതിശക്തമായ മലവെള്ളപ്പാച്ചിലാണ് അനുഭവപ്പെട്ടിരുന്നത്. തുടർന്ന് വൈകിട്ട് 7:45 തിരുവാലി, നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനകളും NDRF അംഗങ്ങളും നിലമ്പൂരിൽ നിന്നും മുണ്ടേരിയിലേക്ക് പുറപ്പെട്ടു. രാത്രി സ്ഥലത്തെത്തിയ സംഘം ചാലിയാറിലെ ശക്തമായ കുത്തൊഴുക്കിൽ അതിസാഹസികമായി ഡിങ്കി ബോട്ടിൽ സീതയെ മറുകരയിലെത്തിക്കുകയും തുടർന്ന് ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. മഴ ശക്തമായതോടെ മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി, തരിപ്പപ്പൊട്ടി, വാണിയംപുഴം, കുമ്പളപ്പാറ എന്നീ ആദിവാസി നഗറുകളിലെ ആളുകൾ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ മുണ്ടേരിയിലെത്തിയ 5 ആദിവാസികൾ ചാലിയാറിന്റെ മറുകര പറ്റാൻ കഴിയാതെ ദുരിതത്തിലായിരുന്നു. പിന്നീട് അഗ്നിരക്ഷാസേനയുടെ ബോട്ടിലാണ് ഇവരെ അക്കരെ എത്തിച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ നിലമ്പൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ, വില്ലേജ് ഓഫീസർ KP വിനോദ്, പഞ്ചായത്ത് സ്റ്റാഫ് പ്രവീൺ, അനൂപ് എന്നിവർ നേതൃത്വം നൽകി. കേരള വിഷൻ, നിലമ്പൂർ.